മറക്കാത്ത രാഷ്ട്രീയ ചതിയുടെ തുരുത്തിൽ കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കെട്ടിയിട്ട് സ്വാതന്ത്ര്യം പിടിച്ചുപറിക്കുന്ന ബി.ജെ.പിയുടെ അതിനിഷ്ഠൂര ചെയ്തികൾ ഇന്ന് രാജ്യത്ത് വ്യാപകമാകുകയാണ്. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്താൻ അധികാരത്തിന് കീഴിൽ വരുന്ന ഏജൻസികളെയൊക്കെ വിലക്കെടുത്തും അടിമപ്പെടുത്തിയും ഉപയോഗിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവത്തിലേക്ക് മോദി വളരുകയാണ്. ഉത്തര കൊറിയയുടെ ഏകാധിപത്യ പ്രവണതയിലേക്കുള്ള ഒരു ഗതിമാറ്റത്തിലേക്ക് ഇന്ത്യയെ മോദി എത്തിക്കുമോ എന്നത് ഭയാനകമായ ഒരു ആശങ്കയായി രാജ്യത്ത് ഉയരുകയാണ് ഇപ്പോൾ. യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും സംഘപരിവാർ പാർട്ടികൾക്ക് വിജയിച്ച് കയറാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വർഗീയതയുടെ തോഴനായ മോദി തൻ്റെ അധികാര തേർവാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ മാറ്റി അഴിഞ്ഞാടുന്ന കാഴ്ച ഇവിടെ നടമാടുന്നത്. അവസാനമായി ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധന്റെ ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് പിന്നിൽ ബി.ജെ.പി നടത്തിയ വോട്ട് കൊള്ളയാണ് എന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ചർച്ചയാക്കുകയാണ്. കാലങ്ങളായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവോടുകൂടി രാജ്യത്ത് ഉയർത്തിയ ചരിത്രത്തിലില്ലാത്ത ബി.ജെ.പിയുടെ ജനാധിപത്യ ധ്വംസനം എടുത്തുകാട്ടിയ വോട്ട് കൊള്ള എന്നത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. ബീഹാറിൽ 243 സീറ്റിൽ 202 സീറ്റിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി ഇറങ്ങിക്കഴിഞ്ഞു പാറ്റ്ന കോടതിയിലേക്ക്. ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ തട്ടിപ്പ് നടന്നു. അത് റദ്ദാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനെന്ന് പരക്കെ അഭിപ്രായമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതീക്ഷയോടെ പറഞ്ഞ വാക്കുകൾ ബീഹാറിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. തൻ്റെ ജൻസൂരജ് പാർട്ടിയുമായി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സർക്കാർ രൂപീകരണത്തിന് ബീഹാറിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ തൻ്റെ ജൻസൂരജ് പാർട്ടിയിലെ 52 മണ്ഡലങ്ങളിൽ നിന്നും ജയിച്ചു വരുന്നവർക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷ ഉയർത്തിയപ്പോഴാണ് ബീഹാർ രാഷ്ട്രീയം പ്രശാന്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ സിംഹാസനത്തിൽ, അല്ലെങ്കിൽ തറയിൽ എന്നാണ് ബീഹാറിലെ 243 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത്. 150 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന്, അതിൽ കുറഞ്ഞതെല്ലാം പരാജയമായി കണക്കാക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിട്ടത്. അഭിഭാഷകരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ പ്രമുഖരെ സ്ഥാനാർത്ഥികളായി നിർത്തിയപ്പോൾ തന്നെ മധ്യവർഗ വോട്ടുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒറ്റ സീറ്റിൽ പോലും ജൻസൂരജിന് ഉയരാൻ കഴിയാതെ തകർന്നടിയുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവിനും പിന്നാലെ ഇപ്പോൾ പ്രശാന്ത് കിഷോറും വോട്ട് കൊള്ള നടന്നു എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ബീഹാറിൽ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള മൗനം വെടിഞ്ഞ് പ്രശാന്ത് കിഷോർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു, പക്ഷേ തെളിവില്ല എന്ന് വിളിച്ചു പറയുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവി തകർത്തു കളഞ്ഞുവെന്നും എന്നാൽ തങ്ങളുടെ പ്രചരണത്തിന് അടിത്തട്ടിൽ ഓളമുണ്ടാക്കാൻ സാധിച്ചുവെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഒരു മാസം നീണ്ട ജൻസൂരജ് യാത്രയിൽ തൻ്റെ ടീം സംസ്ഥാനത്ത് നിന്ന് ശേഖരിച്ച ഫീഡ്ബാക്കുമായി സാമ്യമില്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ട്രെൻഡാണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു. ചില അദൃശ്യ ശക്തികൾ കളിച്ചു എന്ന് വേണം കരുതാൻ. ചിലർ തന്നോട് ആവശ്യപ്പെടുന്നത് ശബ്ദമുയർത്താനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാനുമാണ്. എൻ്റെ പക്കൽ അതിനുള്ള തെളിവുകളില്ല. പക്ഷേ ചില കണക്കുകൾ ഒരിക്കലും കൃത്യമാകുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാകുന്നത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജനങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത പാർട്ടികൾക്ക് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടി. ഈ വെളിപ്പെടുത്തലും വോട്ട് കൊള്ള എന്ന രാഹുൽ ഗാന്ധി ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോഴിതാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുമ്പോൾ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ഉയർത്തുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മോദിയെ വെല്ലുവിളിക്കുക കൂടി ചെയ്തു. പശ്ചിമ ബംഗാളിൽ SIRന്റെ പേരിൽ ഒരാളെങ്കിലും ഒഴിവാക്കപ്പെട്ടാൽ മോദി ഭരണത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്നും മമത അന്ത്യശാസനം മുഴക്കിയിരുന്നു. തമിഴ്നാടും കർശന നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടു. സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് ഗുരുതരമായ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. 2024 മുതൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ജുഗുൽസാവഹമെന്ന് പറയട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാടിൽ ആശങ്കയുണ്ട്. ഇന്ത്യൻ ജനതയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ ഇടപെടൽ, രഹസ്യ നീക്കം നടന്നിട്ടുണ്ട് എന്ന് അഖിലേഷ് എടുത്തു പറയുന്നുണ്ട്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം
തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് വേണ്ടത്ര സ്വാധീനമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടങ്ങളിൽ ലക്ഷ്യമിട്ട് നിഗൂഢ നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് SIR നടപടികൾ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് എന്ന ആരോപണമുണ്ട്. എന്നാൽ BJP ഭരിക്കുന്ന ആസാമിലും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെങ്കിലും ആസാമിനെ SIRൽ നിന്നും ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ BJPയുടെ നീക്കം ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. SIRലൂടെ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 50,000-ത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ ഇട്ടുവെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. ഉത്തർപ്രദേശിലെ രാംപൂർ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം നടന്ന മുൻ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് തങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഗുരുതര ആരോപണം ഉയർത്തുന്നുണ്ട്. അന്ന് നൽകിയ നിരവധി പരാതികൾ തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും അഖിലേഷ് പറയുന്നു. കനൌജ് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ റെക്കോർഡിങ്ങിൽ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി കോൺഗ്രസ് പുറത്തുവിട്ടു. മുംബൈയിലെ ഒരു ബിൽഡിങ്ങിലെ ടോയ്ലറ്റിൽ നിന്നും ഡസൻ കണക്കിന് ബ്ലാങ്ക് വോട്ടർ ID കണ്ടെത്തിയിരിക്കുന്നു. ഫോട്ടോ ഇല്ലാത്ത, വിവരങ്ങൾ പതിപ്പിക്കാത്ത, സർക്കാർ മുദ്രണമുള്ള ബ്ലാങ്ക് വോട്ടർ ID ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപകമായി ഇങ്ങനെ രാജ്യത്താകമാനം ഗൂഢനീക്കം നടത്തുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. മുൻപ് കർണാടകയിൽ അലന്തിൻ്റെ BJPയുടെ മുൻ MLA സുഭാഷ് ഗുട്ടാദോറിൻ്റെ വീടിന് മുന്നിൽ നിന്നും പാതി കത്തിയ നിലയിൽ വെട്ടിമാറ്റിയ വോട്ടർ പട്ടിക ലിസ്റ്റുകൾ കണ്ടെടുക്കുകയും പിന്നീട് ഗുട്ടോദാറിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 7 ലാപ്ടോപ്പും നിരവധി മൊബൈൽ ഫോണുകളും SIT കണ്ടെത്തി തെളിവുകൾ ശേഖരിച്ച് ഗുട്ടോദാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണഘടനാ ശില്പികളെയും രാഷ്ട്രപിതാവിനെയും ഇന്ത്യൻ ചരിത്രവും നീക്കം ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന BJPക്ക് വോട്ട് നീക്കം ചെയ്യാൻ ഒരു മടിയും കാണില്ല. തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏത് കുതന്ത്രവും അവർ നടത്തും എന്നതും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് വ്യക്തമായതാണ്. SIR ഇത്ര ധൃതിയിൽ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കാൻ സാധ്യതയുള്ള ചതികൾ വളരെ വ്യക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ ഓരോ പൗരനും ബോധവാന്മാരായി സാഗൂതം തങ്ങളെ സമീപിക്കുന്ന BLOമാർക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് തങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് പൗരൻ എന്ന നിലയിൽ നമ്മുടെ പ്രധാന കടമയാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടി കടമ മറക്കുകയും അവകാശങ്ങളെ നിഷ്കുരണം ചവിട്ടി മെതിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പൗരനും ഉത്തരവാദിത്ത ബോധത്തോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.